ഹലോ ഗുഡ് മോർണിംഗ്. ഫ്രൈ ഐറ്റംസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി വെജിറ്റബിൾ വെച്ചൊരു ഫ്രൈ ആയാലോ? അപ്പോൾ എല്ലാവരും പോരെ. നമ്മൾ വെണ്ടയ്ക്ക എടുക്കുന്നു. വെണ്ടയ്ക്ക നല്ല നല്ല കനം കുറച്ച് ചരിച്ച് വേണം അരിയാൻ കേട്ടോ. നന്നായിട്ട് ചരിഞ്ഞരിയണം, കാരണം ഇത് ഫ്രൈ ചെയ്ത് വരാൻ എളുപ്പം വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചരിച്ചരിയുന്നത്. അതിനുശേഷം അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇഷ്ടമുള്ള പൊടിയൊക്കെ ഉപയോഗിക്കാം. ഞാനിതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്ത് കുറച്ചേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. വേറെ ഒന്നിനല്ല, അത് നന്നായിട്ട് പിടിക്കാൻ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടില്ലേ, നന്നായിട്ട് എടുക്കുമ്പോൾ അത് മേളിലിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മീൻ വറക്കുന്നത് പോലെ തന്നെ എണ്ണ ഒഴിക്കുന്നു, കറിവേപ്പില ഇടുന്നു, അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇളക്കാം കേട്ടോ. മീൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഉടനെ ഇളക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയല്ല, ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി ആ കുറഞ്ഞ എണ്ണയിൽ തന്നെ അത് വേവിച്ചെടുക്കാൻ കഴിയും. വെണ്ടയ്ക്കയായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഊണിന് ഇതായിരുന്നു നമ്മുടെ ഫേവറേറ്റ് ആയിട്ട്. മോരിനൊപ്പം നമ്മൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി, എല്ലാവരും കഴിക്കുന്നുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരെ ബായ്.